ഇന്നത്തെ റെസിപ്പി ചട്ടിപ്പത്തിരിയാണ്. ബീഫ് വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടെല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്ടിപ്പത്തിരി നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അധികം പേർക്കും അറിയുന്നൊരു റെസിപ്പി തന്നെയായിരിക്കും. അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചട്ടിപ്പത്തിരി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി നമുക്ക് ആദ്യം ഒരു മാവ് തയ്യാറാക്കണം. നമുക്കാദ്യം ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഈ ഒരു മൈദക്ക് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിൽ ഗോതമ്പ് പൊടി ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഉപ്പും ഓയിലും മൈദയിൽ നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്കെല്ലാം കുഴച്ചെടുക്കുന്നത് പോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മസാല തയ്യാറാക്കണം. അതുവരെ ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഒരു പാൻ എടുത്ത് പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സവാള ചെറുതായി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർക്കുക. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു സവാള ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, സാദാ മുളക് പൊടിയാണെങ്കിൽ 1/4 ടീസ്പൂണോ അല്ലെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടോ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഈ ഒരു കുരുമുളക് പൊടിയും മുളക് പൊടിയിലും നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. 1/2 ടീസ്പൂൺ മീറ്റ് മസാലയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമ്മൾ ബീഫ് ചേർക്കുന്നത് കൊണ്ടാണ് മീറ്റ് മസാല എടുത്തിട്ടുള്ളത്. ചിക്കൻ ആണെങ്കിൽ ചിക്കൻ മസാലയോ ചിക്കൻ മസാലയും മീറ്റ് മസാല ഒന്നും ഇല്ലെങ്കിൽ ഗരം മസാല ചേർത്താലും മതി. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇത്രയും പൊടികൾ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചിക്കനോ ബീഫോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബീഫാണ് എടുത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ചെടുത്ത ബീഫാണിത്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മസാലയിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു മസാലയിലും ബീഫിൽ പിടിക്കുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കൊണ്ട് ചപ്പാത്തി തയ്യാറാക്കണം. ഞാനിവിടെ 6 ചപ്പാത്തിയാണ് തയ്യാറാക്കുന്നത്. നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടുള്ള ചപ്പാത്തി തയ്യാറാക്കിയാൽ മതി. കുറച്ച് വലിയ പാത്രമാണെങ്കിൽ 4ഓ 5ഓ ചപ്പാത്തി തയ്യാറാക്കിയാൽ മതി. അപ്പോൾ ഞാനിവിടെ മാവിനെ 6 ചപ്പാത്തിക്കുള്ള ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് മൈദ ചേർത്ത് ഇത് പരത്തിയെടുക്കാം. അപ്പം ചെറിയൊരു പാത്രമായത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെറിയ ചപ്പാത്തി തയ്യാറാക്കുന്നത്. നല്ല വലിയ ചപ്പാത്തി വേണമെങ്കിൽ വലിയ ചപ്പാത്തി തയ്യാറാക്കാം. ഇതുപോലെ നല്ല നേരിയതായിട്ട് പരത്തിയെടുക്കാം. ഇനി നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം. മുഴുവൻ ചപ്പാത്തി നമുക്കിതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ 6 ചപ്പാത്തിയും ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു ബീറ്റ് ചെയ്ത മുട്ടയിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചപ്പാത്തി നന്നായിട്ട് മുക്കിയെടുക്കുക. ഇതുപോലെ 2 സൈഡും മുട്ടയിൽ മുക്കിയതിന് ശേഷം ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം മുട്ടയിൽ മുക്കിയ ചപ്പാത്തി നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഒരു ചപ്പാത്തിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബീഫിൻ്റെ മസാല വെച്ച് കൊടുക്കാം. വീണ്ടും നമുക്ക് ഒരു ചപ്പാത്തി എടുത്ത് ഇതുപോലെ മുട്ടയിൽ മുക്കിയിട്ട് വീണ്ടും ഈ ഒരു മസാലേൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് 6 ചപ്പാത്തിയും ചെയ്തെടുക്കാം. 6 ചപ്പാത്തിയും മുട്ടയിൽ മുക്കിയതിന് ശേഷം വീണ്ടും മസാല വെച്ച് ഇതുപോലെ അതിൻ്റെ മുകളിൽ ചപ്പാത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മുഴുവൻ ചപ്പാത്തിയും ഇതുപോലെ മുട്ടയിൽ മുക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി വന്ന മുട്ട നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു 5ഓ 10ഓ മിനിറ്റ് നമുക്കിതിനെ ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകൾ ഭാഗം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് നമുക്ക് ഈ ഒരു സ്നാക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗവും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം.
അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക.